അപ്പോൾ ഈ ഒരു സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ശരിക്ക് കിരീടമുണ്ണി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ജയരാജ് ചെയ്യുന്ന ഒരു നല്ലൊരു സിനിമ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇവരിതിൻ്റെ പ്ലാനിങ് ഒക്കെ. അപ്പോൾ ഒരു 3 സുഹൃത്തുക്കളുടെ കഥ, അത് അനാഥരായ 3 സുഹൃത്തുക്കൾ. ഇതിലൊരു 2 സുഹൃത്തുക്കൾ നന്നായി പാട്ട് പാടും. അപ്പോൾ ഇവർക്ക് വേണ്ടി മൂന്നാമനായ സുഹൃത്ത് എന്ത് ജോലിയും ചെയ്ത് ഇവർക്ക് വേണ്ടി ഇവർക്ക് പഠിക്കാനും ഈ പറഞ്ഞ പോലെ പാട്ടുകാരനാവാൻ വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ സ്വന്തം ജീവിതം ത്യജിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു കഥ. ഇങ്ങനെ 3 സുഹൃത്തുക്കളുടെ കഥ. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു പ്ലാനിങ്. ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് തുടക്കം അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഇവർ ഇതിലോട്ട് കിടക്കുന്നത്. അപ്പോൾ അന്ന് വളരെ വിലപിടിപ്പുള്ള സുരേഷ് ഗോപിയും ബിജു മേനോനും ഈ പറഞ്ഞ സുരേഷ് ഗോപിയൊക്കെ തിളങ്ങി നിൽക്കാന്നാണല്ലോ. അപ്പോൾ ഇവരൊക്കെ വെച്ച് അഭിനയിപ്പിക്കുന്ന രീതിയിൽ. അപ്പോൾ അന്ന് ഒരു മലയാള സിനിമ നമുക്കറിയാം, ഇന്ന് മലയാള സിനിമ പിന്നെയും കുറച്ച് പാൻ ഇന്ത്യൻ ലെവലിലോട്ടൊക്കെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. മലയാള സിനിമയ്ക്ക് ഇന്ന് കുറച്ച് ബിസിനസ് വലുതാണ്. ഇന്ന് നമുക്കറിയാം 100 കോടി 200 കോടി 300 കോടിയൊക്കെ വേൾഡ് വൈഡ് കളക്ട് ചെയ്യുന്ന ലെവലിലോട്ട് മലയാള സിനിമ എത്തിയിട്ടുണ്ട്. ഇപ്പുറത്ത് അത്യാവശ്യം നല്ലൊരു സിനിമയാണെങ്കിൽ, അല്ലെങ്കിൽ ഓടുന്നൊരു സിനിമ തിയേറ്ററിൽ കളക്ട് ചെയ്തൊരു സിനിമയാണെങ്കിൽ OTT നല്ല റൈറ്റ്സ് കൊടുത്ത് വിലക്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് ആ ഒരു ബിസിനസ് ഉണ്ട്. അന്ന് ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ ചെറിയൊരു ബഡ്ജറ്റ് ഇട്ടിട്ട് ഇവർ ആ ഒരു സിനിമ തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ തുടക്കം അന്ന് പ്ലാൻ ചെയ്തിരുന്നതിൻ്റെ ഒരു പേര്, പ്രൊഡ്യൂസർ ഇട്ടിരുന്ന ഒരു പേര് മസാല എന്നായിരുന്നു. പക്ഷെ പിന്നീട് സംവിധായകനും അണിയർ പ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് അതിൻ്റെ മില്ലേനിയം സ്റ്റാർസ്. അപ്പോൾ അത് നല്ലൊരു പേര് തന്നെയാണ്. കാരണം നമ്മളൊക്കെ അന്ന് ആ ഒരു സിനിമ നമ്മളൊക്കെ അട്രാക്ട് ചെയ്തത് അതിൻ്റെ ഒരു പേര് തന്നെയാണ്. കാരണം മില്ലേനിയത്തിൽ ഇറങ്ങുന്ന ഒരു സിനിമ മില്ലേനിയം സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പേരൊക്കെ നമ്മളൊക്കെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്.